തൃഷ്ണ ആശയിൽ നിന്ന് ആശയിലേക്ക് സഞ്ചരിച്ച് ആണ് പോകുന്നത്. എവിടെ ആശ അറ്റുപോകുന്നു അവിടെ തൃഷ്ണ പിന്നെ നിൽക്കുന്നില്ല. തൃഷ്ണയ്ക്ക് ആധാരം ആഗ്രഹങ്ങളാണ്. നിരാശനായ ആശയറ്റവനായ പുരുഷനെ ഉപേക്ഷിച്ച് മറ്റൊരുവന്റെ അടുത്തേക്ക് തൃഷ്ണ പാഞ്ഞെത്തുന്നു എന്ന് സാരം. ആഗ്രഹത്തിന് എവിടെയാണ് അതിൻ്റെ സാധ്യത എന്ന് നോക്കി ആഗ്രഹത്തെ ജീവനുള്ള ഒന്നുപോലെ അവിടെ അവതരിപ്പിക്കുന്നത്. ആഗ്രഹങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സഞ്ചരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനല്ല, ആഗ്രഹത്തിനാണ് ജീവനുള്ളത് എന്ന മട്ടിലാണ് അത് അവതരിപ്പിക്കുന്നത്. ആശ കയറി പിടിക്കുമ്പോൾ തൃഷ്ണാബഹുലമാവുകയും അനേക കാര്യങ്ങളിൽ കിടന്ന് കുഴഞ്ഞു മറിയുകയും ആശ ശമിച്ചു കഴിയുമ്പോൾ തൃഷ്ണ അയാളെ വെടിയുകയും ചെയ്യുന്നു, മറ്റൊരാളെ പിടികൂടും. എങ്ങനെയെന്നാൽ ഒരു ദൃഷ്ടാന്തം പറയുകയാണ്. ഫലമൊഴിഞ്ഞ വൃക്ഷത്തെ വിട്ട് ഫലസമൃദ്ധമായ മറ്റൊന്നിലേക്ക് പാഞ്ഞെത്തുന്ന വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ പെൺപക്ഷിയെ പോലെ. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ പെൺപക്ഷി എപ്രകാരമാണോ ഒരു വൃക്ഷത്തെ വെടിഞ്ഞിട്ട് മറ്റൊരു വൃക്ഷത്തെ പ്രാപിക്കുന്നത്, അതുപോലെയാണ് ഈ തൃഷ്ണ ഒരുവനെ വെടിഞ്ഞ് മറ്റൊരുവനെ പ്രാപിക്കുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ പോയി കഴിഞ്ഞാൽ തൃഷ്ണ ശാന്തവും. ആഗ്രഹങ്ങൾ കിടക്കുമ്പോഴാണ് തൃഷ്ണ അയാളിൽ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പം എത്ര ആഗ്രഹങ്ങളുണ്ട് അതനുസരിച്ച് ഇന്ദ്രിയങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടും, ബുദ്ധിയുടെ പ്രവർത്തനം മന്ദീഭവിക്കും, മനസ്സ് വിഷയാകാരം കൈക്കൊള്ളും. തൃഷ്ണയുടെ കളി ഇതാണ്. പദം കരുത്യലംഘേപി തൃപ്താപി ഫലമീഹതേ ചിരം തിഷ്ഠതിനൈകത്ര തൃഷ്ണ ചപലമർക്കടി. ചപലമർക്കടി, ചപലയായ ചാഞ്ചാട്ടമുള്ള മർക്കടി. മർക്കടി പെൺകുരങ്ങ്. മർക്കടിയിൽ പക്ഷിണിയിൽ ഒക്കെ അതിൻ്റെ സ്ത്രീവർഗത്തെയാണ് കാര്യമായി ദൃഷ്ടാന്തത്തിൽപ്പെടുത്തുന്നത്. ദാഷ്ടാന്തികത്തിൽ രാമൻ മാനവതൃഷ്ണയെ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരാം. പൊതുവെ തൃഷ്ണ കൂടുതൽ ഹോർമോണുകളുടെ പ്രത്യേകത കൊണ്ടും മറ്റ് കാര്യങ്ങൾ കൊണ്ടും ജീവജാലങ്ങളിൽ സ്ത്രീവർഗങ്ങളിലാണ് കണ്ടിരുന്നത്. ഇതെഴുതിയ കാലങ്ങളിലും ആദ്യകാലങ്ങളിലുമെല്ലാം. അതുകൊണ്ടാണ് തൃഷ്ണയുടെ ആധിക്യം കൊണ്ടാണ് പലപ്പോഴും സ്ത്രീവർഗത്തെ ആധ്യാത്മിക അന്വേഷണങ്ങളിൽ നിന്നും മറ്റുള്ളവയിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തിയിരുന്നത്. ഇതിൻ്റെ ചരിത്രപരമായ അംശം മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകാവുന്നതാണ്. കാരണം സ്ത്രൈണ ഭാവങ്ങൾ പലപ്പോഴും കടുത്ത തൃഷ്ണയോടു കൂടിയതാണ്. ദാനം മുതലായവയൊക്കെ സ്ത്രീകളാണെങ്കിൽ നിയന്ത്രിതമായി മാത്രമേ ചെയ്യൂ. ഏത് കാര്യത്തിലും ഒരു ജ്ഞാനവൈകാരികത, ഭക്തിവൈകാരികത മുതലായവയ്ക്കപ്പുറം വൈചാരിക ഭാവങ്ങളുള്ളത് സ്ത്രീകളിലാണ്.
എത്ര വൈകാരികമായ തലങ്ങളിലേക്ക് എത്തിയാൽ പോലും കാര്യങ്ങളുടെ സൂക്ഷ്മതയും നിയന്ത്രണവും അപകടങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള പ്രത്യുൽപ്പന്ന മതിത്വവും ഒക്കെ പുരുഷ ജീവികളെക്കാൾ സ്ത്രീ ജീവികളിലാണ് കൂടുതലായി കാണുന്നത്. തിരിച്ചാണ് ജനം ധരിച്ചു വശായിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളിലും ആഗ്രഹം വളരെ കൂടുതലായി കാണുന്നത് സ്ത്രീവർഗങ്ങളിലാണ്. ഒരുപക്ഷേ സ്ത്രീവർഗങ്ങളുടെ സാമീപ്യവും സ്ത്രീകളുടെ ആഗ്രഹങ്ങളും ഇല്ലെങ്കിൽ പലപ്പോഴും വീടുകളും സ്ഥാപനങ്ങളും ഒന്നും ഇത്രയധികം ഉണ്ടാകാൻ വഴിയില്ല. പലപ്പോഴും ആഗ്രഹങ്ങളെ മേയ്ക്കുന്നതും കൂടെയുള്ളവർക്ക് ആഗ്രഹങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നതും ആഗ്രഹങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിക്കൊണ്ട് പ്രവൃത്തിയെടുക്കുന്നതുമെല്ലാം സ്ത്രൈണഭാവമാണ് എന്ന് തോന്നുന്നു. പ്രകടനം മാത്രമല്ല തോന്നുന്നു. ഇപ്പം അത് വേണ്ടെന്ന് പലപ്പോഴും പറയുന്നത് പുരുഷന്മാരാണെന്ന് തോന്നുന്നു. നിങ്ങളിൽ പലരെയും പരിചയമുള്ളത് കൊണ്ടുള്ള അടിസ്ഥാനത്തിൽ പുരുഷന്മാരാണ് പറഞ്ഞ് സമാധാനിച്ചിപ്പോൾ വേണോ, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് പൊതുവെ പുരുഷന്മാരാണെന്ന് തോന്നുന്നു. എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. വേണോ, നമുക്ക് ഒഴിവാക്കിക്കൂടെ? കാരണം ഒരുതരം ആലസ്യവും വേണ്ട എന്നുള്ള ചിന്തയും ഒക്കെ പുരുഷനെ പിടികൂടുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, അത് വേണ്ടേ എന്നൊക്കെ ചോദിച്ച് പ്രേരിപ്പിക്കുകയും ഏതു വിധേനയും ഇവനിൽ ആ തൃഷ്ണയെ വർദ്ധിപ്പിക്കുകയും ഇവൻ ചാടി ഇറങ്ങുകയും പരാജയപ്പെട്ടു വന്നാൽ ഉത്തരവാദിത്വം ഇവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുകയും വിജയിച്ചാൽ അത് പരിപൂർണമായി തൻ്റെ മിടുക്കുകൊണ്ടാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നതായാണ് എൻ്റെ ധാരണ. അബദ്ധമായാലും സുബദ്ധമായാലും. അബദ്ധമോ സുബദ്ധമോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കാം, അതിലെനിക്ക് വിരോധമില്ല. കാരണം ഞാൻ നിങ്ങളെ രണ്ടു കൂട്ടരെ ഇരുത്തി പറയുന്നതാണ്. അത് ആരെയെങ്കിലും ഗുണപരമായി ഉയർത്തിക്കാട്ടാൻ വേണ്ടിയല്ല, ആരെയെങ്കിലും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയല്ല. പ്രകൃതി അങ്ങനെയാണ് എന്നൊരു സത്യം ഞാൻ പറഞ്ഞു എന്ന് കൂട്ടിയാൽ മതി. സത്യമാണെങ്കിൽ. സത്യമല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കുകയും അടുത്തിടം മുതൽ അങ്ങനെ പറയാതിരിക്കുകയും ചെയ്യും. അല്ലാതെ സത്യം ഏതാണെന്ന് അറിയാനാണ് ചോദിച്ചത്.